10ാം ക്ലാസ്സിൽ നമുക്ക് ലെൻസിനെ പറ്റി പഠിക്കാനുണ്ട് അല്ലെ. ലെൻസിന്റെ മുന്നിൽ കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഒക്കെ ഫ്രണ്ടില് എന്ത് വെച്ചു, നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് പ്രതിബിംബം ഓരോ സ്ഥലത്താണ് കിട്ടുക അല്ലെ. അപ്പൊ എവിടെ കിട്ടും, അതിന്റെ വലിപ്പം എങ്ങനെയാണ്, അതിന്റെ പ്രത്യേകത എങ്ങനെയാണ്, നമ്മൾ റേ ഡയഗ്രത്തിൽ ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ട് അല്ലെ, ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാ അത് ഓർത്ത് വെക്കുക. ചിത്രം നമുക്ക് തന്നു കഴിഞ്ഞാൽ വരച്ചിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും നോക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത് കുറച്ച് ടൈം ഉള്ള സംഭവമാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഓർത്ത് വെക്കാം. അതിനാണ് നമ്മൾ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഓൾറെഡി നമ്മൾ ദർപ്പണത്തിന്റെ കേസിലുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത്. അപ്പോ സെയിം നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദർപ്പണത്തിന്റെ വീഡിയോയിൽ ഒരു 5 എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിത് കോൺവെക്സ് ലെൻസിന്റെ ആണ് ഇവിടെ വരെ നോക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ ആണ് നോക്കുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ വസ്തുവിന്റെ സ്ഥാനം ഇവിടെ മിററിൽ ചെയ്ത പോലെ തന്നെയാണ്, സെയിം ആണ്. ഇവിടെ എന്ത് വരും, അറ്റ് ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അത് അറ്റ് ഇൻഫിനിറ്റിയില് സ്റ്റാർട്ട് ചെയ്യും, വിദൂരതയിൽ അല്ലെ. പിന്നെന്ത് ചെയ്യും, വിദൂരതയിൽ കഴിഞ്ഞു കഴിഞ്ഞാല് സിക്ക് അപ്പുറം അല്ലെ, സിക്ക് അപ്പുറം, ബിഹൈൻഡ് സി. പിന്നെ എവിടെയാണ് വെക്കാം അല്ലെ, ലെൻസിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ സിക്ക് പകരം നമ്മൾ എന്താ പറയാ, 2f ആണ്. ഇവിടെ എന്താണ് സിക്ക് പകരം 2f ആണ്, ബിഹൈൻഡ് 2f. f ഉണ്ട്, 2f ഉണ്ട് അല്ലെ. 2f ന് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ നമ്മൾ വെക്കുക, 2f ൽ അല്ലെ, അറ്റ് 2f, 2f ൽ. പിന്നെന്താണ്, f നും 2f നും ഇടയിൽ അല്ലെ, ബിറ്റ്വീൻ 2f ആൻഡ് f, f നും 2f നും ഇടയിൽ അല്ലെ, f നും 2f നും f നും ഇടയിൽ. പിന്നെ എവിടെ വെക്കും, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത f ൽ വെക്കും അല്ലെ, അറ്റ് f, f ൽ. ഇനി എന്ത് ചെയ്യണം, f നും p ക്കും ഇടയിൽ വെക്കണം അല്ലെ. അത് നമ്മൾ കഴിഞ്ഞതിൽ വേറെ തന്നെ ടേബിൾ വരച്ചത്, ഇതിൽ ഒരുമിച്ചാണ്, ബിറ്റ്വീൻ f ആൻഡ് p, f നും p ക്കും ഇടയിൽ. ഓക്കെ ആണല്ലോ, ഇടയിൽ. ഇതൊക്കെ. ഇനി നമ്മൾ ഇമേജിൻ്റെതാണ്, പ്രതിബിംബത്തിന്റെ സ്ഥാനം ഒക്കെയാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഈ 6ാമത്തെ ആളാണ് ഓർക്കണ്ട, ബാക്കിയുള്ള 5 എണ്ണം നേരത്തെ പറഞ്ഞ പോലെ 5, 4, 3, 2, 1 അല്ലെ. ഇതിപ്പോ നമ്മൾ ക്രമ നമ്പർ ഇട്ടിട്ടുണ്ട്, ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ആണ്. എന്ത് വരുന്നു, ഇത് 5, 4, 3, 2, 1 ഈ ഓർഡറിലായിരിക്കും നമ്മളെ ഇമേജിന്റെ പ്രത്യേകത ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഇവിടെ 5ാമത്തെ ആണല്ലേ. അപ്പൊ ഇവിടെ കിട്ടും അറ്റ് എഫ് അല്ലെ, അറ്റ് എഫ്, എഫിൽ കിട്ടും. ഓർത്ത് വെക്കുക, വിദൂരതയിൽ, അങ്ങ് ദൂരെ ആവുമ്പോൾ നമുക്ക് എഫിലാണ് കിട്ടുക. എഫിലാവുമ്പോ എന്ത് കിട്ടും, വിദൂരതയിൽ കിട്ടാം. അപ്പൊ അടുത്ത 4ാമത്തെ ആണല്ലേ, 2f ന് അപ്പുറം, 2f ന് അപ്പുറം, 2f ന് അപ്പുറം വരുന്ന സമയത്ത്, 2f ന് അപ്പുറം വരുന്ന സമയത്ത് എന്തായിരിക്കും, 2f ന് അപ്പുറം വരുന്ന സമയത്ത് 4ാമത്തെ ഏതാണ്, ബിറ്റ്വീൻ 2f ആൻഡ് f, ബിറ്റ്വീൻ 2f ആൻഡ് f, f നും 2f നും ഇടയിൽ കിട്ടും അല്ലെ നമുക്ക്. അടുത്ത എന്താണ്, 3ാമത്തത് അറ്റ് 2f തന്നെ, 2f തന്നെ, 2f ൽ. നമ്മൾ നേരത്തെ ദർപ്പണത്തിൽ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ എന്താണ് ചെയ്തത്, c യിലാണല്ലേ വന്നത്. ഇവിടെ 2f, സിക്ക് പകരം 2f എന്ന് വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ എന്താണ്, 2f ന് അപ്പുറം, ബിഹൈൻഡ് അല്ലെങ്കിൽ ബിഹൈൻഡ് 2f അല്ലെങ്കിൽ ബിയോണ്ട് 2f. ഓക്കെ, അടുത്ത എന്താണ്, 1ാമത്തത് അറ്റ് ഇൻഫിനിറ്റി അല്ലെ, അറ്റ് ഇൻഫിനിറ്റി, വിദൂരതയിൽ അല്ലെങ്കിൽ അനന്തതയിൽ. ഓക്കെ, ഇനി ഇതിന്റെ വലിപ്പം അവസാനത്തെ നമുക്ക് ചെയ്യാം. വലിപ്പം, ഇതിന്റെ വലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് എന്താണ്, വളരെ ചെറിയ ഇമേജ് ആണ് കിട്ടുക അല്ലെ, ഡിമിനിഷ്ഡ്, ഡിമിനിഷ്ഡ് വളരെ ചെറുത്. പിന്നെന്താ, വലിപ്പം കൂടിക്കൂടി വരികയാണല്ലോ ചെയ്യാം, വലിപ്പം കൂടിക്കൂടി വരും. ആദ്യം നമ്മൾ എഫിൽ അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ച് നമുക്ക് എഫിൽ ഒരു ചെറിയ ഇമേജ് കിട്ടും. പിന്നെ കുറച്ച് നമ്മൾ അടുപ്പിച്ച് മിററിന്റെ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പം കൂടി വരികയാണ് ചെയ്യാം. ഡിമിനിഷ്ഡ് വളരെ ചെറുത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കുറച്ച് വലുതെന്നാണ് ചെറുത് അല്ലെ, ചെറുത്, സ്മോൾ. പിന്നെ എന്താ, കുറച്ചുകൂടി വലിപ്പമായി കഴിഞ്ഞാൽ തുല്യ വലിപ്പം, സെയിം സൈസ്. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ എന്താണ്, വളരെ ചെറുത്, തുല്യ വലിപ്പം. പിന്നെ എന്താണ്,
വലുതല്ലേ, ലാർജ്, വലുത്. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ എൻലാർജ്ഡ്, വളരെ വലുത്. അല്ലെങ്കിൽ നമുക്ക് മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞ വേർഡും യൂസ് ചെയ്യാം. ഓക്കെ, ഈ 5 എണ്ണം എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥം, തല കീഴായത്. ഇങ്ങനെ നമ്മൾ ഷോർട്ട് ഒന്നും എഴുതരുത്, പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമ്മൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എക്സാമിനും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എഴുതാണ്ട് ആർ ആൻഡ് ഐ എഴുതും. അങ്ങനെ എഴുതരുത്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് തന്നെ എഴുതാം കേട്ടോ. അടുത്തത് ഒരാളുണ്ട് നമ്മൾ എഫിനും പീക്കും ഇടയിൽ അല്ലെ, എഫിനും പീക്കും ഇടയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ ഇമേജ് കിട്ടുക? ഈ ഒരാൾ മാത്രമാണ് കോൺവെക്സ് ലെൻസിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? മിഥ്യാ പ്രതിബിംബം, വെർച്വൽ ഇമേജ് കിട്ടുന്നത്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്താണ്? മിഥ്യയും തല കീഴായതും. ഓക്കെ, ഇതെന്താണ്? വളരെ വലിയ ഇമേജ് ആണ് കിട്ടുക. ഈ അല്ലെ, വളരെ വലുതാണ്. ഇത് ഓർത്ത് വെക്കണേ, വളരെ വലുത് അല്ലെ, ലാർജ് ഇമേജ് ആണ് കിട്ടുക. ഇനി ഇതിന്റെ പൊസിഷൻ എവിടെയാണ്? വസ്തു എവിടെയാണോ വെക്കുന്നത് ആ സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. വസ്തു എവിടെയാണോ വെക്കുന്നത് ആ ഒരു സൈഡിൽ തന്നെ കിട്ടും അല്ലെ. സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിന്റെ അതേ വശത്താണ് നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ റേ ഡയഗ്രം ഓൾറെഡി വരച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടേബിൾ ഇങ്ങനെ ഓർത്ത് വെക്കാം. എന്ത്? അറ്റ് ഇൻഫിനിറ്റിയിലാകുമ്പോൾ 2f-ലാണ്, അറ്റ് ഇൻഫിനിറ്റിയിലാകുമ്പോൾ f-ൽ, 2f-ൽ അല്ല സോറി, f-ലാണ്. അറ്റ് ഇൻഫിനിറ്റിയിലാകുമ്പോൾ f-ലാകുമ്പോൾ അറ്റ് ഇൻഫിനിറ്റിയിൽ കിട്ടും. 2f-ന് അപ്പുറം ആകുമ്പോൾ ബിറ്റ്വീൻ എന്താണ് 2f ആൻഡ് f കിട്ടും. ബിറ്റ്വീൻ 2f ആൻഡ് f-നാകുന്ന സമയത്ത് എന്ത് കിട്ടും? 2f-ന് അപ്പുറം കിട്ടും. അതുപോലെ 2f-ലാവുന്ന സമയത്ത് 2f-ൽ കിട്ടും. ഇതൊന്ന് ഓർത്ത് വെക്കണം. സെയിം സൈസിൽ ഇമേജ് വെക്കണമെങ്കിൽ 2f-ൽ വെക്കണം. ലെൻസിലാവുമ്പോൾ മിററിൽ എവിടെ വെക്കണം? C-യിൽ വെക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓർത്ത് വെക്കാനാകുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും പെട്ടെന്ന് തന്നെ ഓർക്കാം. റേ ഡയഗ്രാം വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.